ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടെ കൈ ഉയർത്തി. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിച്ച്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അപ്പോ അനുഗ്രഹീതരാകുവാൻ, കേൾക്കുന്നുണ്ടോ? അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അവരോട് കർത്താവിന് അറിയിക്കാനുള്ള ആലോചന, മടി മാറണം. 16-ാമത്തെ വാക്യം, ആ വാക്യം ഇനി ടിവിക്കകത്തുനിന്ന് മാറ്റരുത് അടുത്ത വാക്യങ്ങൾ വരുന്നത് വരെ. കാരണം ബൈബിൾ ഇല്ലാത്തവർക്കും അത് വായിക്കാൻ കഴിയണം. എല്ലാരും വായികൾ തുറന്ന് പറഞ്ഞ് മടിക്കായിക കൊണ്ട് ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അപ്പൊ ഐശ്വര്യമായ ഒരു അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകാൻ ഒന്നാമത് പൊട്ടേണ്ടത്, മാറേണ്ടത് മടിയാണ്. വേറെ എന്തെങ്കിലും റീസൺ കർത്താവ് പറഞ്ഞോ? അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽച്ചരി പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഈ അനുഗ്രഹങ്ങളെല്ലാം അവനിലും അവന്റെ സന്തതിയുടെ മേളിലും വീഴാൻ ഉള്ളതിന്റെ ഒറ്റ റീസൺ 16-ാമത്തെ വാക്യാണ്, മടിക്കായിക കൊണ്ട്. മടി മാറിയാൽ ചില മടികൾ പൊട്ടണം. ഇത് വീണ്ടും ഞാൻ പറയുന്നു, ഒരു പാസ്റ്റർമാരും അബ്രഹാമിന്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചതായി ഞാൻ കാണുന്നില്ല. അബ്രഹാം തന്റെ ദശാംശം തന്റെ പുരോഹിതനായ മൽക്കീസേദെക്കിന് കൊടുക്കുമായിരുന്നു. മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാനുള്ളതിന്റെ കാരണം ഒരു പ്രവാചകനോ ഒരു പാസ്റ്ററോ മറ്റ് യാതൊരു തരത്തിലുള്ള എൻകൗണ്ടറുകളോ അല്ല. അതൊരു പേഴ്സണൽ ഡിസിഷനിലൂടെയാണ്, വ്യക്തിപരമായി ഉള്ള ഒരു തീരുമാനത്തിലൂടെയാണ്. ഞാൻ വീണ്ടും സഭയോട് പറയുന്നു, ആരാധിക്കാനുള്ള മടി മാറിയാൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. പ്രാർത്ഥിക്കാനുള്ള മടി മാറണം. മടിക്കായകൊണ്ട് അടുത്തിരിക്കുന്ന ഒന്ന് മുട്ടിക്കൊണ്ട് പറഞ്ഞ്, ഒന്ന് ഇടിച്ചോണ്ട് പറഞ്ഞ്, മടിക്കരുത്, മടി പോണം. ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ? ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ അല്ലേ കിടക്കണേ? പറഞ്ഞേ, ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്തല്ലേ? പ്രാർത്ഥിക്കാൻ ഒരു മടി, ആരാധിക്കാൻ ഒരു മടുപ്പ്. ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കുഴിയിൽ വീണുപോയ, തകർന്നു പോയ ഒരു മനുഷ്യനെ ആ കുഴിക്കകത്തുനിന്ന് കൈ പിടിച്ച് കയറ്റാൻ ദൈവം തയ്യാറാണ്. പക്ഷെ ചാരുകസേരയിൽ മലന്ന് കിടക്കുന്ന മടിയനെ തൊടാൻ ദൈവം വരില്ല. ദൈവം മടിയന്മാരുടെ ദൈവമല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സാഹചര്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുന്നതായ സമയത്ത് ദൈവം പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞു, നിങ്ങൾ അധ്വാനിക്കും, നിങ്ങൾ വിയർപ്പൊഴുക്കും. ജോലി ചെയ്യാനുള്ള മടി മാറിയാൽ നിന്റെ വീട്ടിൽ പൈസ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാം അനുഗ്രഹിക്കപ്പെടാനുള്ളതിന്റെ കാരണം ദൈവം പറയുന്നു, മടിക്കായിക കൊണ്ട്. കൊടുക്കാൻ, തരാൻ മടിക്കായിക കൊണ്ട്. സാമ്പത്തികമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ? ദൈവത്തിന് കൊടുക്കാനുള്ള നിങ്ങളുടെ മടി മാറണം. നിങ്ങളുടെ ആത്മീയ ജീവിതം ബ്ലസ്ഡ് ആകാൻ, പ്രോസ്പർ ആകാൻ, അനോയിന്റഡ് ആകാൻ, ബ്ലസ്ഡ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്താം, ഒന്ന് പ്രതികരിക്കാം. ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും
അന്യഭാഷ പറയാനും ഉപവസിക്കാനും ബൈബിള് വായിക്കാനും ഒക്കെയുള്ള ആ മടി ഇന്ന് പകൽ പൊട്ടിപ്പോണം. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിനെന്ന് ആ മടി പൊട്ടിപ്പോണം. നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് കുറയാൻ, നിങ്ങളുടെ ബ്ലഡ് ഷുഗറും നിങ്ങളുടെ ബ്ലഡ് പ്രഷറും ഒക്കെ ഒന്ന് നോർമലാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എഴുന്നേറ്റ് നടക്കാനും ഇച്ചിരി എക്സർസൈസ് ചെയ്യാനുമുള്ള നിന്റെ മടി മാറണം. ഒന്ന് നടക്കാൻ, രാവിലെ നടക്കാൻ പോകാൻ മടിയില്ലേ? ഇന്ന് ഉറങ്ങാൻ, ഇന്ന് നടക്കാൻ പോകുന്നില്ല. എവിടെ മടി മാറുന്നോ അവിടെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്ന് ചർച്ചയിൽ പോകുന്നില്ല, ഇന്ന് വിരുന്നുകാർ വരും, 3 മണിക്ക് ഇവിടെ ആളെത്തും, നമുക്ക് ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞപ്പോഴും വീട്ടിൽ ആരോ കെട്ടഴിഞ്ഞവൻ ബന്ധനം പൊട്ടിയാൻ പറഞ്ഞു, ഇല്ല മടിക്കാതെ ആരാധനയ്ക്ക് പോണം. ഈ യോഗം കഴിയുമ്പോൾ നീ തന്നെ പറയും അത് ബ്ലെസ്സിങ് ആയി. നിന്റെ ഏകജാതനായ മകനെ തരാൻ നീ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളുടെ ജീവിത നിലവാരങ്ങളെ ആത്മതലത്തിൽ ഒന്ന് ഉയർത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുക. ഞാനിത് സംസാരിക്കുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഡെലിവറൻസിനായി, ഒരു പ്രോസ്പെരിറ്റി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവീകമായ, ഒരു ഡിവൈനായ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. ഞാനിപ്പോൾ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ ഞാൻ എന്താണോ പ്രസംഗിക്കുന്നത്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും. കൈ കൊടുത്ത് ഒന്നുകൂടെ പറഞ്ഞേ, മടി മാറണം. 22-ാം അധ്യായത്തിൽ തന്നെ, നമ്മൾ വായിച്ച 22-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 12, 13 വാക്യത്തിലും ഇത് തന്നെ ദൈവം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വായിച്ചത് 15, 16, 17 വാക്യല്ലേ? അതിന്റെ 12, 13 വാക്യത്തിൽ റിപ്പീറ്റഡ് ആയി 2 തവണയാണ് ഈ കാര്യം അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. ഒന്ന് വായിച്ച ആ വാക്ക് 22-ന്റെ 12, 13. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവർ, എന്തെങ്കിലും ദൈവസന്നിധിയിൽ വെക്കുന്നവർ, സാക്രിഫിഷ്യലായ ഓഫറിങ്ങുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടുന്നവർ, അവർ ദൈവത്തെ ഭയക്കുന്നവരാണ്, അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ആ മടി നിന്നിൽ ഇല്ലാത്ത കാരണം കൊണ്ട് 13-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. എന്നെ ഒന്ന് തല ഉയർത്തി നോക്കിയേ. മറ്റൊന്നും ചിന്തിക്കാതെ ആരാധന ദൈവത്തിന് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ദൈവത്തിന് ആരാധന മടികൂടാതെ കൊടുത്താൽ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് മടികൂടാതെ പ്രാർത്ഥിച്ചാൽ, ആരാധനാലയത്തിൽ മടികൂടാതെ കടന്നു വന്നാൽ, ദൈവത്തിനും തന്റെ നാമത്തിനും തന്റെ വേലയ്ക്കും വേണ്ടി ദൈവസന്നിധിയിൽ മാറ്റിവെച്ചത് മടികൂടാതെ കൊടുത്താൽ, അടുത്ത മിനിറ്റിൽ നീ ദൈവത്തിന്റെ കരുതൽ കാണും. അടുത്ത സെക്കൻഡിൽ നീ ദൈവത്തിന്റെ കരുതൽ കാണും. ഒന്ന് കൈകൾ അടിച്ച് സ്വീകരി. ഇത് ഞാൻ പറയുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. എല്ലാ മടുപ്പുകളും ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പോകണം. പല തവണ ആവർത്തിച്ച് ബൈബിൾ ഇത് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുവാൻ പാപികളാൽ വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുവീൻ. ദൈവിക വിഷയത്തിൽ, ഭൗതിക വിഷയത്തിൽ, ഒരു വിഷയത്തിലും നിങ്ങൾ എവിടെങ്കിലും ഒരു മടി കാണിച്ചാൽ അത് നിങ്ങളെ അഫക്ട് ചെയ്യും. ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യപരമായ കാര്യത്തിൽ
എഴുന്നേറ്റ് അല്പം നടക്കേണ്ട സമയത്ത് നടക്കാതെ, എക്സസൈസ് ചെയ്യാതെ, നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യാതെ, ഇതിനൊക്കെ നിങ്ങൾ കാണിക്കുന്ന മടിയുണ്ടല്ലോ, ആ മടി നിങ്ങളുടെ ആരോഗ്യ മേഖലയെ ബാധിക്കും. ബാധിക്കുവോ? പ്രൈസ് ദി ലോർഡ്. കറക്റ്റ് സമയത്ത് ഡോക്ടർ ഒരു മരുന്ന് നിങ്ങൾക്ക് എഴുതി തന്നത് അത് കഴിക്കാനുള്ള മടി നീ കാണിച്ചാൽ അത് നിന്റെ ആരോഗ്യത്തെ ബാധിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാതെ, മടുപ്പും മടിയും കാണിച്ച് ഫോണും നോക്കിയിരുന്ന് ടിവിയും കണ്ട് കുശലവും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലും കുത്തിയിരുന്നാൽ അത് നിന്റെ ആത്മീക ജീവിതത്തെ ബാധിച്ചിരിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുന്ന സാമ്പത്തിക നന്മകൾ, ദൈവം നിങ്ങൾക്ക് തരുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ, അത് ദൈവസന്നിധിയിൽ വിതയ്ക്കാതെ, കൊടുക്കാതെ, അത് സ്വന്തമായ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായി ഉപയോഗിക്കാനുള്ളത് അതിനകത്തുണ്ട്, വിതയ്ക്കാനുള്ള വിത്തും അതിനകത്തുണ്ട്. ആ വിതയ്ക്കേണ്ട വിത്ത് വിതയ്ക്കാതെ പോയാൽ അന്നേരം നിങ്ങൾ ജയിച്ചെന്ന് തോന്നും. പിന്നെ പലയിടത്തും നിങ്ങൾക്ക് ആ സ്ട്രഗിളിങ് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. പിള്ളേരോട് പറയാം, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ, പഠിക്കാനുള്ള മടി, പഠനത്തിനുള്ള മടി, ഒരു മടി, പഠിക്കാനിരിക്കാൻ ഒരു മടി, പുസ്തകം വായിക്കാൻ ഒരു മടി, എഴുതാൻ ഒരു മടി, ട്യൂഷന് പോകാൻ ഒരു മടി, സ്കൂളിൽ പോകാൻ മടി, അങ്ങനെ മടിയും മടുപ്പും കാണിക്കുന്ന വിദ്യാർത്ഥികളോട് പറയുന്നു, അത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നന്നായി ബാധിക്കും. അബ്രഹാമേ, നീ അനുഗ്രഹിക്കപ്പെടാനുള്ളതിന്റെ കാരണം നിന്റെ അകത്ത മടിയില്ലാത്തതാണ്. ഇന്ന് പകൽ കൈകൊട്ടാൻ മടിയില്ലാത്തവരൊന്ന് കൈകൊട്ടിയേ. ഹല്ലേലൂയ പറയാൻ മടിയില്ലാത്തവർ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കാൻ മടിയില്ലാത്തവർ ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ മടിയില്ലാത്തവർ ദൈവത്തിന്റെ രാജ്യത്തിൽ വിതച്ചേ. പലരും എത്ര ശ്രമിച്ചിട്ടും അവരുടെ ഭൗതിക മേഖലകളിൽ, അവരുടെ സാമ്പത്തിക മേഖലകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. ഇന്നത്തെ ശുശ്രൂഷയിൽ വിശേഷാൽ നിങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കൊരു പ്രേരണ തരികയാണ്. ഈ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ അഫക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇത് മറന്നു പോകരുത് എന്നുള്ളതേ ഉള്ളൂ. ചേർന്നൊരു ആമീൻ പറയാം. എന്താണ് അതിന് വഴി? അത് വേണ്ടേ? എത്രയോ കുടുംബങ്ങളാണ് സാമ്പത്തിക കെണി, കടഭാരം, കടക്കെണി നിമിത്തം ആത്മഹത്യ ചെയ്യുന്നത്. എത്രയോ കുടുംബങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുന്നു. നമ്മൾ പല കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സഭ കേരളത്തിലും ഒഡീഷയിലുമൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളെ ഈ സഭ ഏറ്റെടുത്ത് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പഠനത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവകൃപയാൽ ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന അല്പമായ നന്മ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയുമോ? അമ്മമാര് പറയുന്നത് പോലെ അരി പാത്രത്തിലുണ്ടെങ്കിലല്ലേ അടപ്പത്തിടാൻ പറ്റുള്ളൂ. എത്രയോ ജീവിതങ്ങളാണ് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഞാൻ ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭൂമിയിലെ നിങ്ങളുടെ ലൈഫിലെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ആത്മാവിന്റെ പ്രശ്നം യേശുവിനെ തീർക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാ പ്രശ്നവും അവനെ പരിഹരിക്കാൻ കഴിയും. നിത്യജീവൻ അവനെ തരാൻ കഴിയും. മറുഭാഗത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ പാർപ്പിടം, നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ഇതിനെല്ലാം നിങ്ങൾക്ക് സമ്പത്ത് ആവശ്യമാണ്. ബൈബിൾ ഒരിക്കലും അതിനെതിരല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു കർത്താവ് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിന്റെ ദൈവമായ യഹോവയല്ലയോ? തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ അവൻ പ്രസാദിക്കുന്ന ദൈവമാണ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അവൻ അതതിന്റെ ആഹാരത്തെ നൽകുന്ന ദൈവമാണ്. ഈ ഭൂമിയിലും കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു കാട്ടിനകത്ത് വിശന്ന ഒരു കൂട്ടം ആളുകൾക്ക് പോലും
5 അപ്പവും 2 മീനും എടുത്ത് വർദ്ധിപ്പിച്ച് വയറ് നിറച്ച് ആഹാരം കൊടുത്തിട്ടാണ് യേശു അവരെ മടക്കി അയച്ചത്. ചേർന്നൊരു ആമീൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന മേഖലകളിൽ നിങ്ങൾ പുറത്തു വരണം. ഞാൻ എൽ ഷദായി സഭയെ നോക്കി, വിശ്വസിക്കുന്ന വ്യക്തികളെ നോക്കി പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഒന്ന് കരമടിച്ച് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് നല്ലൊരു ഭവനം ഉണ്ടാകാൻ, നല്ല ആഹാരം ഉണ്ടാകാൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ സഹായിക്കാൻ കഴിയത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകട്ടെ. ഞാനത് ആഗ്രഹിക്കുന്നത് കാണാൻ. മക്കളെ, പഠിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കുഞ്ഞിനെ നമുക്കൊന്ന് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ചർച്ച് മണി നടക്കുന്നു, നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വേണ്ടേ? ഒരു മനുഷ്യന് ഒരു ഓപ്പറേഷൻ, ഒരു സർജറി. കഴിഞ്ഞ ദിവസം ഒരു പിതാവ്, ഒരു അപ്പച്ചൻ, അദ്ദേഹം IPCയിലെ ഒരു പാസ്റ്റർ ആയിരുന്നു. ഇന്നിവിടെ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. കഴിഞ്ഞ ആഴ്ചയോ അദ്ദേഹം ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച. അപ്പച്ചനോട് ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കോ. ആ അപ്പച്ചൻ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ IPCയിലെ ഒരു പാസ്റ്ററാണ്, എനിക്കൊരു സർജറി ഉണ്ട്. ഞാൻ പലരോടും ചോദിച്ചു, ആ ഓപ്പറേഷന് വേണ്ടി, ആ സർജറിക്ക് വേണ്ടി വിധേയപ്പെടേണ്ട സമയം കഴിഞ്ഞു, എനിക്ക് അതിവേദനയാണ്, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഞങ്ങൾ അന്വേഷിച്ചു. കൃത്യമാണ്, അദ്ദേഹം കഴിഞ്ഞ 30-ലധികം വർഷമായിട്ട് പത്തനംതിട്ടയിൽ കർത്താവിന്റെ വേല ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഉടനെ തോമസ് സാറിനെ വിളിച്ചു. അദ്ദേഹത്തിന് 60,000 രൂപ മതി ആ സർജറി നടത്താൻ. എല്ലാ പേപ്പറുകളും കൊണ്ടുവന്നു. ആ ആഴ്ചത്തെ ദൈവം ഈ ആലയത്തിലൂടെ തന്ന നന്മ ബാങ്കിൽ ഇടുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയിലും കിട്ടുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കും, സഭയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. അന്ന് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ പൈസ കയ്യിൽ ക്യാരി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ എഴുതി വാങ്ങി 60,000 രൂപ അദ്ദേഹത്തിന്റെ സർജറിക്ക് വേണ്ടി തോമസ് സാർ കൊടുത്തു. ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കേസ് അല്ല, ഇത് ഒരെണ്ണേ പറഞ്ഞോളൂ, എണ്ണിയാൽ തീരാത്തതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫ്, നിങ്ങളും ഞാനും ദൈവ മക്കൾ, അവർ അനുഗ്രഹിക്കപ്പെടണം. എന്റെ ദൈവം അബ്രഹാമിന്റെ ദൈവമാണ്. അബ്രഹാമിനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വെള്ളി, പൊന്ന്, കന്നുകാലികൾ, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. അബ്രഹാമിന്റെ തലമുറയായ ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ വിതച്ചു, അവൻ 100 മേനി കൊയ്തു. അബ്രഹാമിന്റെ തലമുറയായ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു വന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത്. എന്റെ ദൈവം കീഴോട്ട് വിടുന്നവനല്ല, എന്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. വേണ്ടാത്തവർക്ക് വേണ്ട, വിട്ടേരെ, നിങ്ങൾ വിട്ടേരെ, വേണ്ട. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ തലമുറയും ദേശത്തിന്റെ നടുവിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് കാണാം. ദൈവത്തിന് അതിൽ ഒരു വിരോധമില്ല മക്കളെ. പക്ഷേ പ്രത്യേകാൽ ഫൈനാൻഷ്യൽ മേഖലയിൽ നമ്മൾ ബ്ലെസ്ഡ് ആകാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. കണ്ടോ, അബ്രഹാമേ, നീ വെറുതെ അല്ല ഐശ്വര്യമായ അനുഗ്രഹത്തിലേക്ക് കയറിയത്. ചുമ്മാ ഒരു രാവിലെ എഴുന്നേറ്റപ്പോൾ നിന്നെ ഞാൻ അങ്ങ് ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു എന്നല്ല ദൈവം പറഞ്ഞത്. നിന്റെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട ഒന്ന്, നീ ഏറ്റവും പ്രഷ്യസ് ആയി കണ്ട ഒന്ന് എന്റെ സന്നിധിയിൽ കൊണ്ടുവയ്ക്കാൻ നീ മടിക്കായിക കൊണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരോട്, ദൈവമക്കളോട് പറയുന്ന, 3 മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം, സമർപ്പിക്കണം. നിങ്ങളുടെ സമയത്തിന്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണം.
നിങ്ങളുടെ സമ്പത്തിന്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സകലത്തിന്റെയും ആരോഗ്യം തന്നിട്ടുണ്ടോ? കൈയും കാലും ഒക്കെ ചലിക്കുന്നുണ്ടോ? ചലിക്കാത്ത ഒത്തിരി പേരെ കണ്ട് പ്രാർത്ഥിക്കുന്ന ആളാ ഞാൻ. അറിയോ, എണ്ണിട്ട് നടക്കാൻ മേലാത്ത പലതിനെയും കണ്ട് സങ്കടത്തോടെ കൈവച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവനാ ഞാൻ. എഴുന്നേറ്റ് നടക്കാനും കൈവെക്കാനും ഒക്കെ ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ദശാംശം എന്നോണം ആ കൈയൊന്ന് അടിച്ച് അതിനെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മടികൾ മാറട്ടെ, മടികൾ മാറട്ടെ. ഇന്ന് പകൽ നിന്റെ മടി പൊട്ടുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എത്ര പേർ അനുഗ്രഹീതരാകാൻ ആഗ്രഹിക്കും? ആവർത്തന പുസ്തകം 16-ാം അധ്യായം 14-17 വാക്യം. കർത്താവിന്റെ മേശയിലേക്ക് വരുന്നതിന് മുൻപ് ഇത് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വായിക്കാം. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. എന്താ അതിന്റെ കാരണം? നിന്റെ ഒറ്റ വാക്യത്തിൽ നിർത്തരുത്. നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ വെറും കൈയായി വരരുത്. എന്താ കാരണം? 17-ാം വാക്യം വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. മനസ്സിലായോ? എന്റെ ദൈവം എനിക്ക് ഒന്നും തന്നിട്ടില്ല എന്നുള്ളവരൊന്ന് കൈപൊക്കി. എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയാ. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടേ ഇല്ല ഇത്രേ നാളായി. അയ്യോ, ഞാൻ 10 കൊല്ലത്തിനു മുമ്പ് ഈ ചർച്ചയിൽ വന്ന പോലെ തന്നെയാ. ഞാൻ ദൈവത്തെ അറിഞ്ഞ കാലത്ത് ഞാൻ എങ്ങനായിരുന്നു അതിനേക്കാളും ദരിദ്രത്തില ഞാൻ കിടക്കുന്നത്. അങ്ങനെയുള്ളതെന്ന് പറഞ്ഞ അവർക്ക് ചാരിറ്റിയുടെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്തുവിടാം. നെവർ. ഞാൻ പ്രസംഗിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ, ഈ പുസ്തകത്തെ ഉയർത്തിയവനെ എല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ കർത്താവിനെ അറിഞ്ഞ കാരണത്താൽ, എന്റെ യേശു എന്നിൽ വന്നതിനാൽ എന്റെ ജീവിതത്തിൽ ഒരു കുറവും എന്റെ ദൈവം വരുത്തിയിട്ടില്ല എന്നുള്ളവർ മാത്രം, നന്ദിയുള്ളവർ മാത്രം അധരം തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ബൈബിൾ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ തന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതിന് മാറ്റമില്ല. വായുകൾ തുറന്ന് പറഞ്ഞ് കൊടുക്കാൻ മടിക്കായകൊണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-23 വാക്യം, 35 വാക്യം, 20-35 യേശു പറഞ്ഞ കാര്യമാണിത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ കാര്യമാണത്. എന്താ യേശു പറഞ്ഞത്? വാങ്ങുന്നതിനേക്കാൾ. എല്ലാം കൂടെ പറയാതെ സാറേ, യേശു എന്താ പറഞ്ഞത്? കൊടുക്കുന്നത്. മൈക്കിലൂടെ പറഞ്ഞേ. എന്ത് എന്ത് ഭാഗ്യം? കൊടുക്കുന്നത് ഭാഗ്യം. ഞാനൊരു സത്യം പറയാം. ആരാധന കൊടുക്കണമെങ്കിലും, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിലും, സഭയ്ക്ക് കൊടുക്കണമെങ്കിലും, സത്യമായിട്ട് ഞാൻ പറയട്ടെ, അനുഗ്രഹിക്കപ്പെട്ടവനെയും കൊണ്ടേ അത് പറ്റുള്ളൂ. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തേ. പ്പെട്ടവനെയും കൊണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അതാ യേശു പറഞ്ഞത്. യേശു പറഞ്ഞ അതാണ്. വായിച്ചു നോക്ക്, ഇംഗ്ലീഷിൽ വായിച്ചേ. It is more blessed to give than receive. It is more blessed to give. Blessed ആയിട്ടുള്ള ഒരുത്തന് മാത്രമേ ഗിവിംഗ് ഉണ്ടാവത്തുള്ളൂ. ദൈവരാജ്യത്തിൽ എന്തെങ്കിലും കൊടുക്കാനോ ചെയ്യാനോ പറ്റിയിട്ടുള്ളവരെന്ന് കൈ ഉയർത്തിയേ.
സ്വോത്ര കാഴ്ച കൊടുത്തവരോ, ദശാംശം കൊടുത്തവരോ, ആലയം മണിക്ക് കൊടുത്തവരോ, ദൈവരാജ്യത്തിൽ ഒരു പാവപ്പെട്ട ദൈവദാസനെ സഹായിച്ചവരോ, ഒരു വീട് വെച്ചു കൊടുത്തവനോ, കർത്താവിന്റെ രാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തവരെന്ന് കൈകൾ ഉയർത്തി കാണിച്ച് നിങ്ങളെ നോക്കി ഈ വചനം തെറ്റാതെ പറയാം, യു ആർ ദ ബ്ലെസ്ഡ് പേഴ്സൺ. ഒന്ന് കരമടിച്ച് ദൈവത്തിൽ, യു ആർ ദ ബ്ലെസ്ഡ് പേഴ്സൺ. Hallelujah. Amen. ഹല്ലേലൂയ. Hallelujah. കരങ്ങളിലിട്ട് നോക്കിയേ, കർത്താവിന്റെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. ഇത് പ്രവാചകനായ സാമുവേലിനെ കാണാൻ ശൗലും കീശിന്റെ മകനായ ശൗലിന്റെ ഭൃത്യനും കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് വിശുദ്ധ ബൈബിളിൽ. പ്രൊഫറ്റിന്റെ അടുക്കലേക്ക്, പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന സമയത്ത് 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ കൂട്ടുവേലക്കാരനോട് ശൗല് പറയുകയാണ്, ശമൂവേലിന്റെ അടുത്ത്, പ്രൊഫറ്റിന്റെ അടുത്ത് പോകുമ്പോൾ, വായിച്ചോ. ശൗൽ തന്റെ ഭൃത്യനോട്, നാം പോകുന്നെങ്കിൽ ആ പുരുഷന് എന്താകുന്നു? ആ പുരുഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പുരുഷനല്ല, that's a man of God. സാമുവേലിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്താകുന്നു നമുക്ക് കൊണ്ടുപോകേണ്ടത്? കാരണം അത് ദൈവികമായ വ്യവസ്ഥയാണ്. നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ. അതുകൊണ്ടാണ് നമ്മുടെ അപ്പന്മാര്, പിതാക്കന്മാര് മുതലേ ഈ ഓഫറിംഗ് അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത് അതുണ്ടായിരുന്നു, യേശു ക്രിസ്തുവിന്റെ കാലത്ത് അതുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ യേശു ഒരു പള്ളിയിൽ നിന്നപ്പോൾ ഒരു വിധവയായ സ്ത്രീ വന്ന് ഓഫറിംഗ് ബോക്സിൽ, സ്തോത്രകാഴ്ച ഭണ്ഡാരത്തിൽ അവൾ ഓഫറിംഗ് ഇടുന്നത് യേശു ശ്രദ്ധിച്ചു നോക്കിയത്. ആരും മിണ്ടുന്നില്ലല്ലോ. നമ്മൾ ഇതൊന്നും ചെയ്യാതെ വലിയ ആളുകൾ ചിരിക്കുന്നൊന്നും ആത്മീയതയല്ലെന്ന് ഓർത്തോണം. നീ ബൈബിളിന് പുറത്താ, ബൈബിളിനകത്തുവാ. ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ വചന. നെക്സ്റ്റ് വേർഡ്, നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ, ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭൃത്യൻ ശൗലിനോട്, എന്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം. നോക്കിയേ, കൈ കൊടുത്ത് പറഞ്ഞേ, കൊടുക്കാം. ദൈവപുരുഷന്റെ അടുക്കൽ ശൗല് പോയത് പ്രയോജനമായോ ഇല്ലയോ? വീട്ടിൽ പോയി വേദോസം വായിക്കണം, ബൈബിൾ വായിക്കണം. യൂട്യൂബ് അല്ല ബൈബിൾ. യൂട്യൂബിൽ കുറെ സാറന്മാരിരുന്ന് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. യൂട്യൂബ് അല്ല ബൈബിൾ. നിന്റെ കയ്യിലിരിക്കുന്ന 66 പുസ്തകം തുറന്നു വായിക്കണം. എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് വന്നാൽ ഗൂഗിളിന്റെ ഉടമസ്ഥനോ യൂട്യൂബുകാരനോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സിസ്റ്റം എല്ലാം അടിച്ചു പോകും. പക്ഷേ ഈ സിസ്റ്റം ഒരിക്കലും അടിച്ചു പോകുന്നതല്ല. ഇത് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത കർത്താവിന്റെ വചനമാണ്. ബൈബിൾ തുറന്നു വായിക്കണം. യൂട്യൂബുകാരൻ പറയുന്നത് ബൈബിളിൽ ഉണ്ടോന്നുകൂടെ ഒന്ന് നോക്കണം. ഈ ബൈബിളിനകത്തുള്ള കാര്യത്തെ യൂട്യൂബുകാരൻ വളച്ചൊടിക്കുന്നത് അവന് റേറ്റിംഗ് കിട്ടാനാ, നിന്റെ റേറ്റിംഗ് പോകാനും. നിന്റെ റേറ്റിംഗ് കൂടണമെങ്കിൽ നീ നോക്കേണ്ടത് വിശുദ്ധ തിരുവെഴുത്തുകളായിരിക്കണം. എന്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്, ഞാനിത് ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്നുത്തരം പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് മക്കളെ, സഹോദരങ്ങളെ, ഒറ്റ ദിവസം കൊണ്ട് ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ഒറ്റ രാത്രി കൊണ്ട് രൂപാന്തരപ്പെടുത്തി. പിറ്റേ ദിവസം ഈ മനുഷ്യൻ തിരിച്ചു പോകുന്നത് ഒരു പ്രൊഫറ്റായിട്ടാണ്, ഒരു പ്രവാചകനായിട്ട്.
2 പുള്ളിയുടെ നഷ്ടപ്പെട്ട മുഴുവൻ അപ്പന്റെ കഴുതകളെയും പുള്ളിക്ക് തിരിച്ചു കിട്ടി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവസന്നിധിയിൽ കൊടുത്തതൊന്നും നിനക്ക് നഷ്ടമാകത്തില്ല. ഒന്ന് കരമടിച്ച് കർത്താ, നീ ദൈവസന്നിധിയിൽ കൊടുത്തതൊന്നും നിനക്ക് നഷ്ടമാകത്തില്ല. Praise the Lord. എന്നെ കൊണ്ടൊരു പുള്ളി എന്ത് വരുന്നത്, ഇൻഷുറൻസോ എന്തോ ഒരു സാധനം, മ്യൂച്വൽ ഫണ്ടോ അങ്ങനെ എന്തോ ഒരു സാധനം എടുപ്പിച്ചു. വീട്ടിൽ വന്ന് ക്യാൻവാസ് ചെയ്ത് പിടിച്ചതാ. 1 ലക്ഷം രൂപ എങ്ങനെയോ ഒപ്പിച്ച് അതിനകത്ത് ഇട്ടു. പിന്നെ അടുത്ത വർഷം ഈ സാധനം എനിക്ക് ഇടാൻ പറ്റിയില്ല. അത് ക്രെഡിറ്റ് ആയില്ല. ഞാനിത് മറന്നും പോയി. അതിൻ്റെ അടുത്ത വർഷമായി, ഞാൻ വിട്ടുപോയി. അപ്പൊ ഞാൻ ഓർത്ത്, മറ്റേ അങ്ങാര് വന്ന് ഒരു 1 ലക്ഷം രൂപ എൻ്റെ മേടിച്ചുകൊണ്ട് പോയി, ഇതിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നല്ലോ, അതൊന്ന് അന്വേഷിക്കാം. അന്വേഷിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത് 3 അടവ് തെറ്റിയാൽ ഈ ഇട്ട 1 ലക്ഷം കിട്ടുകയല്ലെന്ന്. ഇത് ഫുള്ളായിട്ട് ഇടണം, ഇത് ഇട്ടോണ്ടേ ഇരിക്കണോ? പക്ഷെ നീ ദൈവസന്നിധിയിൽ എന്തേലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പറയുന്നു, നിന്റെ ഒരടവും തെറ്റുകയില്ല. ഞാൻ ഈ കേസ് മറന്നുപോയോണ്ട് ഐ ഫൊർഗെറ്റ് ദാറ്റ്. എന്നെ ആരും റിമൈൻഡ് ചെയ്തില്ല, ഞാൻ ഓർത്തുമില്ല. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പല നിക്ഷേപങ്ങൾക്കും നമുക്ക് ഉറപ്പില്ല. പലതിനും ഉറപ്പില്ല. വിദേശത്ത് പോകാൻ, എവിടെയോ പോകാൻ, ഇവിടെ കോട്ടയത്ത് നിന്നൊരു സഹോദരിയാണെന്ന് പറഞ്ഞു 35 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. അവരെ പിന്നെ പോലീസ് പിടിച്ചു, പറ്റിച്ചോണ്ട് പോയി, തട്ടിക്കൊണ്ടുപോയി. പൈസയൊന്നും കിട്ടിയില്ല ഇതുവരെ പുള്ളിക്കാരിക്ക്. ഈ ഭൂമിയിലെ പലതിനും നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ദൈവരാജ്യത്തിൽ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പ് തരാം. എന്റെ ഉറപ്പ് മാനുഷിക ഉറപ്പല്ല, ഇത് ഈ വചനത്തിലുള്ള എന്റെ ഉറപ്പാണ്. ദൈവം നിങ്ങളെ ബ്ലെസ് ചെയ്യും. എല്ലാരും ഒന്ന് വായുകൾ തുറന്ന് പറഞ്ഞേ, ശൗൽ ഭൃത്യനോട് എന്താ പറഞ്ഞേ? എന്റെ കയ്യിൽ വെള്ളിയുണ്ട്, ഞാനത് ദൈവപുരുഷന് കൊടുക്കാം. എന്റെ ഏകജാതനായ മകനെ കൊടുക്കാൻ മടിക്കായിക കൊണ്ട്. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് അനുഗ്രഹീതരാണ്, ഭാഗ്യാണ് എന്ന് യേശു താനും പറഞ്ഞ വാക്ക് ഓർക്കണം. പൗലോസ് പറയുന്നു, എന്റെ ജീവിതം കൊണ്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ചേർന്നൊരാമീൻ പറഞ്ഞു. ഈ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട് വേദപുസ്തകത്തിൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കരമായ പ്രതിസന്ധിയിൽ, പരാജയത്തിൽ നിൽക്കുകയാണ്. ഗിദയോൻ മാത്രമല്ല, എൻറ്റയർ ദ ഇസ്രായേൽ ജനത മുഴുവൻ. കാരണം മിദ്യാന്യരെല്ലാം നന്മയും കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കരുവേലകത്തിന്റെ ചുവട്ടിൽ ഗിദയോൻ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ഒരു ദൂതൻ ഗിദയോന് പ്രത്യക്ഷപ്പെട്ടിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗിദയോനോട് ആ ദൂതൻ പറഞ്ഞു, ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന. അതിന്റെ 16-ാമത്തെ വാക്യം നോക്കി പാസ്റ്ററെ. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ പോലെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. അതിന് അവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ. ഓക്കെ, പരാജയപ്പെട്ടു നിൽക്കുന്ന ഈ മനുഷ്യനോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കും. അപ്പൊ ഗിദയോൻ എന്ത് ലഭിച്ചു ദൈവസന്നിധിയിൽ നിന്ന്? അടുത്തിരിക്കുന്നവർ പറഞ്ഞേ, ദൂതനിൽ നിന്ന് ദൂത് കേട്ടു. പറഞ്ഞേ, ആ ഉറങ്ങുന്ന ആളിനോടും പറഞ്ഞാട്ടെ, ദൂതനിൽ നിന്ന് ദൂത് കേട്ടു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാ ഞായറാഴ്ചയും ദൂത് കേൾക്കുന്നുണ്ടോ? വചനം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഗിദയോൻ ആ ദൈവികമായ ദൂത്
ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ. അമ്മച്ചി കേൾക്കുന്നോ? അനുഗ്രഹിക്കപ്പെടാനുള്ള ദൂത് കേട്ടവൻ ഗ്ലോറി ഹല്ലേലൂയ സ്തോത്രം, എന്നാ ഞാൻ പോയിട്ട് വരാം. കണ്ട എല്ലാവരും കണ്ട ഹല്ലേലൂയ പറഞ്ഞു. ഗ്ലോറി ഹല്ലേലൂയ സ്തോത്രം, ഇനിയിപ്പോ നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. അങ്ങനല്ല. ആ ദൂത് കേട്ട ഗിദെയോൻ വീട്ടിൽ ചെന്ന് ഓഫറിങ് എടുത്തോണ്ട് വന്ന് ദൈവസന്നിധി വെച്ചു. കാരണം ബൈബിൾ പറയുന്ന, യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ ആദ്യ ഫലം കൊണ്ടും നീ ബഹുമാനിക്കണം. ദൈവത്തോടുള്ള ഓണറാണത്, ദൈവത്തോടുള്ള ബഹുമാനാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല നിലകളിൽ ദൈവത്തെ ബഹുമാനിക്കാം, പല നിലകളിൽ ദൈവത്തെ ആരാധിക്കാം. വിദ്വാൻമാർ യേശുവിനെ ബഹുമാനിച്ചത്, യേശുവിനെ ഓണർ ചെയ്തത് അവര് തമ്പേരെടുത്തോണ്ട് വന്ന് പാടിയല്ല, പൊന്നും മൂരും കുന്തിരുക്കവും കർത്താവിന്റെ സന്നിധിയിൽ വെച്ചു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അറിവിത്മേ അല്ലെങ്കിൽ പല നിലകളിൽ ദൈവത്തെ ബഹുമാനിക്കാം. അബ്രഹാം ബഹുമാനിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ്. അബ്രഹാം തനിക്ക് ലഭിക്കുന്ന സകല നന്മയുടെ ദശാംശം ദൈവസന്നിധിയിൽ അർപ്പിച്ചു. ഇസഹാക്ക് അത് ചെയ്തു, യാക്കോബ് അത് ചെയ്തു, പഴയ നിയമ വിശുദ്ധന്മാർ രാജാക്കന്മാർ അത് ചെയ്തു, പുതിയ നിയമ സഭ അത് ചെയ്തു. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമ്മൾ ബൈബിളിനകത്താണോ ജീവിക്കേണ്ടത്, അതിന് പുറത്താണോ ജീവിക്കേണ്ടത്? ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. 8-ാം അധ്യായം 3-ാം വാക്യം. വാവ്, ദാറ്റ്സ് അമേസിംഗ്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് മുട്ടിവെച്ച് പറഞ്ഞേ, കൊടുക്കാൻ മടിക്കാത്തവനെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. കൊടുക്കാൻ മടിക്കാത്തവനെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. പുറകിലിരിക്കുന്നവർക്കും പറയാം, നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. കൊടുക്കാൻ മടിക്കാത്തവനെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. വായിച്ച വാക്യം ലൂക്കോസ് 8:3. അവൻ ദുരാത്മാക്കളെയും യാതികളെയും നീക്കി. പാസ്റ്റർ ഇത് എവിടായി വായിക്കുന്നേ? 8-ാമത്തെ വാക്യം. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹേരോദാവിന്റെ കാര്യവിചാരകനായ കൂസിയുടെ ഭാര്യ യോഹന്നെയും ശൂശനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോണം. ശൂശന്ന, ഖൂസയുടെ ഭാര്യ യോഹന്ന, ഇവരെല്ലാം, ഈ സ്ത്രീകളെല്ലാം ആർക്ക് ശുശ്രൂഷ ചെയ്തു? യേശു ക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്തോ? കർത്താവിന്റെ കൂടെ ഉണ്ട്. അവരെങ്ങനെ ശുശ്രൂഷ ചെയ്തേ? അവരെങ്ങനെ കർത്താവിനെ ഓണർ ചെയ്തേ? തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട്. ഞാനതാ പറഞ്ഞ, ദൈവത്തെ വ്യത്യസ്തമായ നിലയിൽ ബഹുമാനിക്കാം, ആരാധിക്കാം. നിങ്ങളുടെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും വ്യക്തിപരമായി ഒരു പണവും മേടിക്കാത്ത ആളാണ് ഈ പറയുന്നത്. ഒരുത്തനും ചിന്തിച്ചേക്കരുത് എനിക്കെന്തോ പണം ഉണ്ടാക്കാനാണ്. ഞാൻ ടിനു പാസ്റ്റർ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്നുള്ളവർ, വ്യക്തിപരമായ ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ടെന്നുള്ളവർ കൈ പൊക്കാമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ദൈവസന്നിധി കൈ പൊക്കാം, ഇപ്പൊ തന്നെ കൈ പൊക്കാം. ഇത് എന്റെ ആവശ്യ നിർവഹണത്തിന് പറയല്ല, എന്റെ കർത്താവിന്റെ കാര്യം നടത്തുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ. മക്കളെ, ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിക്കാതെ നാട്ടുകാർ പഠിപ്പിച്ചു തന്ന കുറെ സാധനവും, കുറെ ബൈബിളിന്റെ പുറത്ത് ചിന്തിക്കുന്നവരും, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്തവരും, അസൂയ നിറഞ്ഞവരും, മറ്റുള്ളവന് പണി കൊടുക്ക, ഈ പല പ്രസംഗങ്ങളും
മറ്റുള്ളവരെ നന്നാക്കൽ. പണി കൊടുക്കാൻ പ്രസംഗിക്കുന്നവരുണ്ട്, പണി കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അറിയാം, പണി കൊടുക്കാൻ പ്രാർത്ഥിച്ചല്ലേ പരീശൻ, കർത്താവേ ഞാൻ ഈ പാപിയെ പോലെ അല്ലായകിയാൽ നിന്നെ. അങ്ങനെ സഭയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കായിരിക്കും, കർത്താവേ ഈ ദിവസങ്ങളിൽ നടത്തിയതിനായി സ്തോത്രം, കർത്താവേ എന്തെല്ലാം അനീതികളാണ് കർത്താവേ ഈ സഭയിൽ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് കർത്താവ് കേൾക്കാൻ പ്രാർത്ഥിക്കുവല്ല, ഇപ്പുറത്തിരിക്കുന്നവന് പണി കൊടുക്കുക. ആരും മിണ്ടുന്നില്ലല്ലോ. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇത് നിങ്ങൾക്ക് പണി കിട്ടാൻ പറയുന്നതല്ല, ഇത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പറഞ്ഞു തരുന്ന. നീതിമാന്റെ തലമുറ. പിന്നെ അടുത്ത വാക്യം, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകട്ടെ. നിങ്ങൾക്കറിയോ, ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അബ്രഹാം ഒരിക്കലും പൊന്നിന്റെ പുറകിൽ പോയ ആളല്ല. അബ്രഹാം ഒരിക്കൽ പോലും വെള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അബ്രഹാം ഒരിക്കൽ പോലും എനിക്ക് കന്നുകാലികളെ തരണേ ദൈവമേ, എൻ്റെ ദൈവമേ, എപ്പ ദൈവം വന്നാലും 10 കന്നുകാലിയോടെ തരണേ എന്ന് അബ്രഹാം പറഞ്ഞിട്ടേയില്ല. ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയും അബ്രഹാം പ്രാർത്ഥിച്ചിട്ടില്ല. അബ്രഹാം യഥാർത്ഥമായി ദൈവമുഖം അന്വേഷിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവത്തെ ആരാധിച്ച്, തൻ്റെ കടമകൾ ദശാംശം കൊടുക്കേണ്ടപ്പോൾ ദശാംശം കൊടുത്ത്, ആരാധിക്കേണ്ടപ്പോൾ ആരാധിച്ച്, വീണു വണങ്ങി, കൊടുക്കേണ്ടപ്പോൾ കൊടുക്കാൻ മടിക്കാതെ തന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ അനുസരിച്ചതുകൊണ്ട് ഇതൊന്നും ചോദിക്കാതെ തന്നെ സ്വർഗത്തിലെ ദൈവം അവന് കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. Thank you, Lord Jesus, for these things. We are helping to support them out of their own means. ആ സ്ത്രീകൾ കർത്താവിന്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യണം. വായ തുറന്ന് പറയാം, സൂസന്ന ചെയ്തു അത്, ജോവാന ചെയ്തു അത്, തെസലോനിക്ക സഭ അത് ചെയ്തു. ലുദിയ എന്ന് പറയുമ്പോ അടുത്ത വാക്കെന്ത് ഓർമ്മ വരുന്നേ? പറ. രക്താംബരം വിൽക്കുന്ന ലുദിയ. അപ്പോസ്തലപ്രവൃത്തി 16-15. ഒന്ന് വായിച്ചോ. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞേക്കാം അതിനകത്ത് നിന്ന്, പെട്ടെന്ന് വായിച്ചോണം. 16-15 ഇല്ലയോ? അപ്പോസ്തലപ്രവൃത്തിക്ക് 16-15 ഇല്ലയോ? തുയത്തര പട്ടണക്കാരത്തി രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർക്കുവീൻ എന്ന് അപേക്ഷിച്ച്. മതി. ഈ രക്താംബരം വിൽക്കുന്ന ലുദിയ, അടുത്തിരിക്കുന്ന ആള് ചോദിച്ചേ, എന്തോ ഈ രക്താംബരം എന്നൊന്ന് ചോദിച്ചേ. നിങ്ങൾക്ക് എന്താ രക്താംബരം? എന്താ? ഏതോ ഒരു പൂവോ? ഞാൻ ഒരു മീറ്റിങ്ങിൽ ഇത് ചോദിച്ചപ്പം ഒരു സഹോദരി എനിക്ക് പറഞ്ഞു തന്നെ, മുല്ലപ്പൂ പോലൊരു സാധനമാണ് രക്താംബരം, അത് വിൽക്കുന്നവളാണെന്ന്. നോ, രക്താംബരം എന്ന് പറയുന്നത് പുള്ളിക്കാരുടെ ബിസിനസ് ഗാർമെന്റ്സ് ആയിരുന്നു, തുണി, ടെക്സ്റ്റൈൽസ്. അന്നത്തെ കാലത്ത് ഈ എന്താ പറയുന്നത്, പർപ്പിൾ കളറിൽ, പർപ്പിൾ ഈസ് എ റോയൽ തിങ്, റോയൽ കളർ. ആ പർപ്പിൾ കളറുള്ള വസ്ത്രങ്ങൾ റോയൽറ്റി ഉള്ളതാണ്. അത് ഈ മ്യൂറക്സ് എന്ന് പറയുന്ന ഒരു സെൽഫിഷിന്റെ, ഇന്നത്തെ പോലെ ഡൈ ഒന്നും വന്നില്ല, 100 കണക്കിന് സീ സ്നെയിൽസും മ്യൂറക്സ് എന്ന് പറയുന്ന സെൽഫിഷും അതിനകത്ത് നെടുക്കുന്ന ആ ദ്രാവകം ഉപയോഗിച്ച് ഒരു മിശ്രിതം ഉണ്ടാക്കി, അത് ലിനൻ കൊണ്ട് നെയ്ത വെള്ള തുണി അതിൽ മുക്കുമ്പോൾ ഇതിനൊരു പർപ്പിൾ കളറാവും. ഈ പർപ്പിൾ കളറുള്ള ഈ തുണി കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ടെക്സ്റ്റൈൽ,
ഒരു തുണി വ്യാപാരിയായിരുന്നു. തുണിക്കച്ചവടം നടത്തുന്ന നല്ല നിലയിലും നിലവാരത്തിലും ആ പട്ടണത്തിൽ ജീവിക്കുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രം വിൽക്കുന്ന സ്ത്രീയായിരുന്നു ലുദിയ. അല്ലാതെ രക്താംബരം എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ രക്താംബരം എന്ന് ചിന്തിച്ചിരുന്നത് എന്താ, ചെമ്പരത്തിപ്പൂ അങ്ങാണ്ട് വിൽക്കുന്നതാണ്. ചെമ്പരത്തിപ്പൂവല്ല. അപ്പൊ അത്രയും വലിയൊരു ബിസിനസ്സുകാരിയായിരുന്നു ആര്? ലുദിയ. ഇപ്പൊ ഇന്ന് ചാറ്റ് GPTയുടെയും ഗൂഗിളിന്റെ ഒക്കെ കാലമാണല്ലോ. നോക്കിക്കൂ, ധൈര്യമായിട്ട് നോക്കിക്കൂ എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സഹോദരി സുവിശേഷം കേട്ടപ്പോൾ അവൾ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോല്ലോ? സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ആ ജീവിതം സമർപ്പിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ ഈ സഹോദരി ദൈവദാസന്മാരോട് പറയുകയാണ്, സഭയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ വീടെടുത്തോണം. വെറുതെ പറയുവല്ല, നിർബന്ധിച്ചു. യഥാർത്ഥമായി ഒരുത്തൻ ദൈവത്തെ അറിഞ്ഞാൽ ഇങ്ങനെയാണ്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് എന്ന് അവരവര് തന്നെ വിലയിരുത്തട്ടെ. ചേർന്നൊരു ഹാലേലിയ പറഞ്ഞേ. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജാക്കന്മാർ 4 ശൂന്യംകാരത്തിയായ സ്ത്രീ, ശൂന്യംകാരത്തി സ്ത്രീ 8, 9, 10 വാക്യങ്ങൾ. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ആരായിരുന്നു? ധനികയായ സ്ത്രീ ഉണ്ടായിരുന്ന. അവൾ അവനെ ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെ ഭക്ഷണത്തിന് അവിടെ കയറും. ഇത് നമ്മുടെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ നമ്മുടെ സഹോദരിമാര് പറയും, പുള്ളി പണക്കാരുടെ വീട്ടിലേ പോത്തുള്ളൂ. അങ്ങനെയാണെന്ന് എലീശ പ്രവാചകനെ നമുക്ക് വിട്ടേക്കാം. നോ, നിങ്ങൾ ഈ നെഗറ്റീവായി ചിന്തിക്കുന്നത് ആദ്യം കളയണം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ വീട്ടിൽ ഒരു അനർത്ഥം ഉണ്ടാകുമെന്നും അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നാളുകളിൽ വരുമെന്നും നമ്മുടെ നാളുകളെ അറിയുന്ന ദൈവം ഇന്നലകളിൽ തന്നെ ആ വീട് പ്രവാചകന് ഒരുക്കിയത് കൊണ്ടാണ് അവളുടെ മരിച്ചുപോയ കുഞ്ഞ് ഉയർത്തെഴുന്നേൽക്കാനിടയായത്. അല്ലാതെ പണക്കാരി ആയതുകൊണ്ടല്ല. പണം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ. ആ സ്ത്രീ ധനികയായൊരു സ്ത്രീയായിരുന്നു. ആ വീട്ടിൽ പ്രവാചകനെ ക്ഷണിച്ചു. ആ വീട്ടിൽ അദ്ദേഹം പോയി ഭക്ഷണം കഴിച്ചു. അത് മാത്രമല്ല, 9-ാമത്തെ വാക്യത്തിലുണ്ട്, അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ഈ സഹോദരിമാർക്ക് കാര്യങ്ങൾ അറിയാം. ഒരു പുരുഷനോട് 2 തവണ മിണ്ടി കഴിയുമ്പോഴേ അറിയാം അവൻ ആളെങ്ങനുണ്ട്. ആ സഹോദരി മനസ്സിലാക്കി, വീട്ടിൽ വന്ന ഈ ദൈവദാസൻ വിശുദ്ധനായൊരു മനുഷ്യനാണ്. എല്ലാ ദൈവദാസന്മാരോടും എല്ലാ പുരുഷന്മാരോടും ഞാൻ ഇത് പറയുന്നു. ഇത് തിരിച്ചറിയേണ്ടത്, ഈ സാക്ഷ്യം കേൾക്കേണ്ടത് സഹോദരിമാരിൽ നിന്നായിരിക്കണം. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഭർത്താവിനോട് ഈ സഹോദരി പറയുന്നു, നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ മുറി ഉണ്ടാക്കി ആ ദൈവദാസന് കൊടുക്കാം. അവൻ വരുമ്പോൾ ഇവിടെ പാർക്കുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു ഒറ്റ കാര്യം ഈ സഹോദരി ചെയ്തുകൊണ്ടല്ലേ അടുത്ത നാളുകളിൽ ഇവളുടെ കുഞ്ഞ് രോഗം പിടിച്ച് മരിച്ചപ്പോൾ ആ വീടുമായിട്ടൊരു ബന്ധം പ്രവാചകൻ ഉണ്ടായ കാരണം കൊണ്ടല്ലേ ആ കുഞ്ഞ് മരിച്ച വിവരം പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞതും പ്രവാചകൻ ആ കുഞ്ഞിനെ വീട്ടിൽ വന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്തിരിക്കുന്ന ആളോട് പറ, എന്തെങ്കിലും കൊടുത്തവന്റെ വീട്ടിലെ അത്ഭുതം നടക്കൂ. പറ, എന്തെങ്കിലും കൊടുത്തവന്റെ വീട്ടിലെ അത്ഭുതം നടക്കൂ. ആമേൻ. ഞാൻ പ്രസംഗിക്കുന്നത് കൃത്യമായ കാര്യമാണ്, ദൈവവചനം. ശരിയാണോ അല്ലയോ? ഉറപ്പാണോ? ഈ ഞാനിത് ഈ ഭാഗത്ത് നിന്ന് പുറത്തു വരികയാണ്, അല്ലെങ്കിൽ
സമയം പോകും. അപ്പോസ്തല പ്രവൃത്തി 4. സമയം പോകുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട. കഴിഞ്ഞ ആഴ്ച എല്ലാം 12:30 മണിക്ക് വീട്ടിൽ പോയി, വലിയ പ്രയോജനമൊന്നും ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന് 36-37 വാക്യം വായിച്ചാട്ടെ. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച സൈപ്രസുകാരനായ വായിക്കണം, മൊത്തത്തിൽ പോയി. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച സൈപ്രസുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ആരാ? അടുത്ത വാക്യം നോക്കിയേ. ഇനി 5-ാം വാക്യത്തിൽ പോ. ഇനി 5-ാം അധ്യായത്തിൽ അടുത്ത വാക്യം. എന്നാൽ അനനിയാസ് എന്ന പേരുള്ള രണ്ടുപേരെ ചരിത്രം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ബർന്നബാസ് തനിക്ക് ലഭിച്ച നന്മയുടെ ആ ഭാഗം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അവന്റെ ചരിത്രം ഞാൻ പിന്നെ പറയാം. എന്നാൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറൊരു ചരിത്രമുണ്ട്. ഇതുപോലെ വസ്തു വിറ്റ ഒരു ടീം. ബാക്കി പറയണോ? പറയണ്ടല്ലോ. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവരതിൽ വ്യാജം കാണിച്ചു. ഇവരെ രണ്ടുപേരുടെയും ചരിത്രം 2 വഴിക്കാണ് സഞ്ചരിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ബൈബിൾ ഈ കാര്യത്തിന് പ്രാധാന്യത കൊടുക്കുന്നെങ്കിൽ ഞാനും നിങ്ങളും ഈ വചനം അനുസരിക്കാൻ ബാധ്യസ്ഥരല്ലേ? ആണോ അല്ലയോ? ഇത് പറഞ്ഞു തരാതെയും ഇത് പഠിപ്പിക്കാതെയും ഞാൻ പൊതിഞ്ഞു പിടിച്ചാൽ നിങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നില്ലെങ്കിൽ ഇത് ആര് പഠിപ്പിക്കും? വേറെ ആളുകൾ ഇതിന് ഓപ്പോസിറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാത്തിലും ഉണ്ട്. യഹോവയെ ദൈവം ഉള്ളൂ എന്ന് പറയുന്ന യഹോവ സാക്ഷികളുണ്ട്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരെന്ന് കൈ ഉയർത്തി. അല്ലാത്തവരിന്ന് യോഗം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാത്തിനും എതിര് പറയുന്നവരുണ്ട്, എല്ലാത്തിനും ഓപ്പോസിറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്. ആ ഓപ്പോസിറ്റായ കാര്യമല്ല നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകണം. ആത്മീയത ഒരു അനുഭവമാണ് മക്കളെ, ഇതൊരു അനുഭവമാണ്. മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യരുത്. ചേർന്നൊരാമേൻ പറയാമോ? നെവർ ഡു. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിഷ്കളങ്കതയോടെ നിൽക്കണം. അബ്രഹാമിന്റെ ഹൃദയത്തെ ദൈവം സിൻസിയറായി കണ്ടു. നിങ്ങളെ തന്നെ കർത്താവിന്റെ കയ്യിലൊന്ന് കൊടുത്തേ, ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. മടി മാറട്ടെ മക്കളെ. ഈ മടിയാണ് പിശാച് നിന്റെ ഹൃദയത്തിൽ എവിടേക്കോ ഇട്ട ഈ മടുപ്പാണ് പല അനുഗ്രഹങ്ങളെയും തടഞ്ഞത്. ഇത് വെറുതെ പറയല്ല. ഈ മടി പൊളിയണം. ആരാധിക്കാനുള്ള മടി, കൈ ഉയർത്താനുള്ള മടി, സ്തോത്രം പറയാനുള്ള മടി, കൃത്യമായി ദൈവം തരുന്ന നന്മയുടെ ഓഫറിംഗ് ടൈത്ത് മാറ്റിവെച്ച് ആലയത്തിൽ കൊടുക്കാനുള്ള മടി, ഇത് പൊട്ടിയാൽ, ഇത് പൊളിഞ്ഞാൽ നിന്റെ ജീവിതം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ എനിക്കൊരു അവസരം കർത്താവ് തരികയാണ്. ഓരോ ഞായറാഴ്ചയും എൻ്റെ ദൈവത്തെ ബഹുമാനിക്കാനും എൻ്റെ ദൈവത്തെ ആരാധിക്കാനുമുള്ള ഒരവസരം ദൈവം എനിക്ക് തരികയാണ്. ഈ അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തരുത് മക്കളെ. ചർച്ച കഴിയുമ്പോൾ ആ കസേരയെല്ലാം ഒന്ന് പിടിച്ചടുക്കി വെക്കാൻ നിനക്കൊരവസരം ദൈവം തരികയാണ്. നീ നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ, ആ പായം നേടാൻ നിനക്കൊരവസരം ദൈവം തരികയാണ്. ആരാധനാലയത്തിൽ ഈ ക്യാമറ പിടിക്കാൻ, അല്ലെങ്കിൽ സ്റ്റേജിലിരുന്ന് കീബോർഡ് വായിക്കാൻ, വർഷിപ്പ് ചെയ്യാൻ, ദൈവത്തിന്റെ സഭയുടെ, ദൈവത്തിന്റെ ആലയത്തിലെ പ്രവർത്തികൾ ഏർപ്പെടാൻ മറ്റു പലരും ഉണ്ടായിരുന്നിട്ടും അവരെയൊക്കെ മാറ്റി നിർത്തി നീ അനുഗ്രഹിക്കപ്പെടാൻ നിനക്കൊരവസരം ദൈവം തരികയാണ്. ഈ അവസരത്തെ നീ ഉപയോഗിക്കും. അതിൽ മടി കാണിക്കരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ആമേൻ. ഇമ്മാനുവേൽ കെ.വി. ദൈവദാസനും ഷിജിൻ ബ്രദറും ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കൈ അടിക്കാൻ നിന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പറഞ്ഞിട്ടും നീ മടിച്ചു നിൽക്കുന്ന മടി ഇന്ന് പകൽ പൊട്ടിപ്പോണം.
ഓഫറിംഗിന്റെ ബാഗ് അടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഓഫറിംഗിന്റെ ബാഗ് അടുത്ത് വരുമ്പോൾ ഏറ്റവും നല്ലത്, എന്നെ അനുഗ്രഹിച്ച എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ബഹുമാനത്തോടെ ഞാനൊരു നന്മ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ബഹുമാനത്തോടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിതയ്ക്കേണ്ട സാഹചര്യത്തിൽ വേണ്ട വേണ്ട എന്ന് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മടുപ്പില്ലേ, നിന്റെ സാമ്പത്തിക വഴികളെ അടച്ചു കളയാൻ പിശാച് ഒരുക്കുന്ന ആ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് നീ അതിനെ ജയിച്ചാൽ, നീ അതിനെ പൊട്ടിച്ചാൽ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. 100%. അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോവാ. കാരണം നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട്. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റേക്കാം. എല്ലാവർക്കും എഴുന്നേറ്റേക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. ഈ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് നിന്ന് ആരാധിക്കണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നിന്റെ മുട്ടുവേദന യേശു സൗഖ്യമാക്കും. ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. ഹല്ലേലൂയ. ഈ പകലിൽ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ബഹുമാനത്തോടെ, ഓണറോടെ എൻ്റെ ഓഫറിങ്ങിനെ ഞാൻ സോ ചെയ്യാൻ പോകും. നിങ്ങളുടെ കരങ്ങളിൽ എടുത്താട്ടെ. നിങ്ങളുടെ പിള്ളേരടുത്ത് നിൽപ്പുണ്ടെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ നിന്റെ കയ്യിലോട്ട് തരികയാണ്. സ്വന്തം കൈ നെഞ്ചിലോട്ട് വെച്ചിട്ട് പറഞ്ഞ്, എന്നെ നിന്റെ കയ്യിലേക്ക് തരികയാണ്. എൻ്റെ മടികൾ മാറട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ ദൈവത്തിന്റെ ആലയത്തിന്റെ പണികൾക്ക് വേണ്ടി സോ ചെയ്യുകയാണ്, വിതയ്ക്കുകയാണ്. ദശാംശത്തിന്റെ കവറുകൾ നിങ്ങളുടെ അരികിൽ വരുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയും ഒക്കെ നാം സോ ചെയ്യേണ്ട സമയമാണ്, വിതയ്ക്കേണ്ട സമയമാണ്. കൊയ്ത്ത് കാലത്ത് വിതയ്ക്കേണ്ട സമയത്ത് വിതയ്ക്കാത്തവന് കൊയ്ത്തുണ്ടാകത്തില്ല. കൊയ്ത്ത് കാലത്ത് കൈകെട്ടി ഉറങ്ങുവാനുള്ളതുമല്ല. ഇത് രണ്ടും ഒരുപോലെ നടക്കട്ടെ. പറഞ്ഞേ, കൊയ്ത്തും വിതയും കൊയ്ത്തും ഒരുപോലെ നടക്കട്ടെ. വാ തുറന്ന് പറഞ്ഞേ, വിതയും കൊയ്ത്തും ഒരുപോലെ നടക്കട്ടെ. വിതയും കൊയ്ത്തും ഒരുപോലെ നടക്കട്ടെ. ഉയർത്തിപ്പിടിക്കാം. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ വിധവയായ സ്ത്രീ ആ അപ്പം ചുട്ട ഏലിയാവിന് കൊടുക്കാൻ മടിക്കാതിരുന്നതിനാൽ, ചോദിച്ചത് അവളുടെ പക്കൽ അധികമായി ഇല്ലെങ്കിലും അവൾ അതിൽ മടിക്കാതിരുന്നതിനാൽ, അവളുടെ കലത്തിലെ മാവ് കുറയാതെ, അവളുടെ കലശത്തിലെ എണ്ണ കുറയാതെ നീ അവളെ അനുഗ്രഹിച്ചു. ശൗലും ഭൃത്യനും കൊടുക്കാൻ മടിക്കായകയാൽ അവന്റെ ജീവിത ചരിത്രത്തെ സ്വർഗം മാറ്റി മറിച്ചു. ആ പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ ആ സ്വച്ഛതയുടെ മാംസ തൈലം പൊട്ടിച്ചൊഴിച്ചതിനാൽ യൂദ പറഞ്ഞു, ഇത്ര വിലയുള്ളത് എന്തിനാണ് അവൾ പൊട്ടിച്ചൊഴിച്ചത്? ഇത് സാധുക്കൾക്ക് കൊടുത്തുകൂടായിരുന്നോ? യേശു പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം ഈ സഹോദരി ഓർക്കപ്പെടും. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം അവൾ ഓർക്കപ്പെടും. കർത്താവേ, സ്വർഗം ഓർക്കുന്നത് എൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ്, ഞാൻ വിതച്ച വിതകളെയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Father, in the name of Jesus, I bless this seed, Lord. ഞാൻ അതിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. കുടുംബമായി, തലമുറയായി ഇവരെ അനുഗ്രഹിക്കണമേ. ഈ വരുന്ന ആഴ്ചകളിൽ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുത സാക്ഷ്യങ്ങൾ, അത്ഭുതകരമായ ചില ടെസ്റ്റിമണികൾ ഉണ്ടായത് കേൾക്കാനിടയാണ്. In Jesus' name, may God bless you. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ വചനം നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഗ്രഹമായി? It is truth. ഇത് സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. കർത്താവിന്റെ ദാസൻ മുന്നിലേക്ക് വരാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഓഫറിംഗ് എടുക്കാം. Can you please take it? God bless you. Praise God. Hallelujah. ഈ സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം അദാസാലിരിക്കാവുന്നതാണ്. ഈ സമയത്ത് ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്ന
എല്ലാ ദൈവമക്കളും നിങ്ങളുടെ ഓഫറിങ് ഡൊണേഷനുകൾ ഈ സമയത്ത് കൊടുക്കാനുള്ള സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നത്. നിങ്ങൾക്ക് QR കോഡ് വഴി സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഓഫറിങ്ങും ഡൊണേഷനും ഈ സമയത്ത് കൊടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നമ്മുടെ ചർച്ച് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയുള്ള ഡൊണേഷനുകളും ഈ സമയത്ത് നിങ്ങൾ കൊടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇന്ന് ഈ ആരാധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് പുറകിൽ QR കോഡ് ഉണ്ട്. അതുവഴി സ്കാൻ ചെയ്താണെങ്കിൽ നിങ്ങളുടെ ഓഫറിങ്ങും ഡൊണേഷനുകളും കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയുള്ള ഡൊണേഷനും കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഈ ആഴ്ച പതിവുപോലെ കേർസലുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ അപ്പർ റൂമിൽ വെച്ച് രാവിലെയും വൈകിട്ടും ഇൻ്റർസെഷൻ പ്രെയർ ക്രമീകരിച്ചിട്ടുണ്ട്. കേർസലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇൻ്റർസെഷൻ പ്രെയറിൽ എല്ലാവരും കടന്നു വന്ന് അതിൽ പങ്കെടുക്കുവാനും പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച നമ്മുടെ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥന ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്ന പ്രിയ ദൈവമക്കൾ ശ്രദ്ധിച്ചാട്ട് വരുന്ന ദിവസങ്ങൾ നടക്കുന്ന മീറ്റിങ്ങുകളുടെ വിവരങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചിലോട്ട്. കർത്താവിന് വരവ് താമസമെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം 12, 13 ദിവസങ്ങൾ കർത്താവിന്റെ അഭിഷിക്തൻ പൂനെയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നു. മഹാരാഷ്ട്ര, മുംബൈ, മറ്റ് സ്ഥലങ്ങൾ ഞങ്ങളെ കാണുന്ന പ്രിയ ദൈവമക്കൾ ശ്രദ്ധിച്ചാട്ട് നിങ്ങൾ ദയവായിട്ട് ആ മീറ്റിങ്ങിൽ കടന്നു വന്ന് നിങ്ങൾ പങ്കെടുക്കുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. സെപ്റ്റംബർ മാസം 12, 13 ദിവസങ്ങൾ നടക്കുന്ന മീറ്റിങ്ങിൽ കടന്നു വന്ന് പങ്കെടുക്കുവാൻ ഓർപ്പിക്കുന്നു. സെപ്റ്റംബർ മാസം 19 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ എറണാകുളം ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലും മറ്റും ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ എറണാകുളത്ത് ഭാഗത്തുണ്ടെങ്കിൽ അവരോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയുക. 19-ാം തീയതി വൈകിട്ട് മുതൽ ആരംഭിക്കുന്ന മീറ്റിങ്ങിൽ ദയവായിട്ട് നിങ്ങൾ കടന്നു വന്ന് പങ്കെടുക്കുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. സെപ്റ്റംബർ മാസം 25-ാം തീയതി വൈകിട്ടും 26-ാം തീയതി പകലും കർത്താവിന്റെ അഭിഷിക്തൻ ബഹ്റിനിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നു. ജീസസ് ഈസ് അലൈവ് ബഹ്റിൻ ചർച്ച് ക്രമീകരിക്കുന്ന, നമ്മുടെ ദൈവസഭ ക്രമീകരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആണ്. സെപ്റ്റംബർ മാസം 25-ാം തീയതി വൈകിട്ട് KCA ഹാളിൽ വെച്ചും സെപ്റ്റംബർ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച പകൽ IPC ബദേൽ ബഹ്റിൽ വെച്ചുമാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ബഹ്റിനിൽ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കളും ആ മീറ്റിംഗിന് കടന്നു വരുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. സെപ്റ്റംബർ മാസം 27-ാം തീയതി വൈകിട്ട് കർത്താവിന്റെ അഭിഷിക്തൻ ഷാർജയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കുന്നു. ഇവാൻ ഹോട്ടൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. ഷാർജയിൽ, UAE മറ്റ് സ്ഥലങ്ങൾ ഞങ്ങളെ കാണുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചാട്ട് ദയവായിട്ട് നിങ്ങൾ ആ മീറ്റിംഗിൽ കടന്നു പോയി പങ്കെടുക്കണം എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ഒക്ടോബർ മാസം 1, 2 തീയതികളിൽ നമ്മുടെ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമാധാനം എന്ന പേരിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗ് ഒക്ടോബർ മാസം 1, 2 തീയതികൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 10:30 മുതൽ 2 ദിവസം പകൽ മാത്രമാണ് മീറ്റിംഗ് നടക്കുന്നത്. ദയവായിട്ട് എല്ലാവരും കടന്നു വന്ന് പങ്കെടുക്കുക. മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. ദയവായിട്ട് അതിൽ കടന്നു വന്ന് എല്ലാവരും പങ്കെടുക്കുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഒക്ടോബർ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച പകൽ ഒരു സ്പെഷ്യൽ ഹീലിംഗ് സർവീസ് നമ്മുടെ കൊട്ടാരക്കര ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെയാണ് മീറ്റിംഗ്. ദയവായിട്ട് ആ മീറ്റിംഗിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കടന്നു വന്ന് പങ്കെടുക്കുവാൻ ഓർപ്പിക്കുന്നു. ഒക്ടോബർ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച അല്ലേ? അതെ, ഒക്ടോബർ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച ഈ വന്ന നിങ്ങൾ ഓരോരുത്തരും വരണം. നമുക്കറിയാം ഞായറാഴ്ചകളിൽ ആളുകളെ കണ്ട് പ്രാർത്ഥിക്കുവാനോ അങ്ങനെ നമുക്ക് ഒത്തിരി സമയമെടുക്കാനോ ഒന്നും സാഹചര്യങ്ങളില്ല. ഇന്നും വളരെ വേഗത്തിൽ ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കണം. പക്ഷേ ആ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇട്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടിയോ സൗഖ്യത്തിന് വേണ്ടിയോ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ആലോചന കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വരാൻ വേണ്ടി ഒരു ദിവസമാണത്. എനിക്കറിയാം കർത്താവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ ഒക്ടോബർ 3-ാം തീയതി നടക്കുന്ന ശുശ്രൂഷയിൽ ഒത്തിരി പേരെ യേശു സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യണം. ലൈവിലും ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർക്ക് അതൊരു ഫ്രൈഡേ ആണല്ലേ, അപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് മറ്റുള്ളവർക്കും വരാൻ പറ്റും. ഈ സൺഡേ എല്ലാവർക്കും മറ്റ് സഭകളിലൊക്കെ പോകുന്നവർക്കൊക്കെ എന്ന് വെച്ചാൽ മറ്റ് സാമുദായിക സഭകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നവർക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ആകുമ്പോൾ ഈ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ടാണ് ആ ദിവസം ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ ഒക്ടോബർ മാസം 5-ാം തീയതി പത്തനംതിട്ട ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ കർത്താവിന്റെ അഭിഷിക്തൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ഒക്ടോബർ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച കട്ടപ്പന ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ കർത്താവിന്റെ അഭിഷിക്തൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കട്ടപ്പന രാവിലെയും വൈകിട്ടും ആ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെയും വൈകിട്ടും നടക്കുന്ന മീറ്റിംഗിൽ ദയവായി കടന്നുപോയി പങ്കെടുക്കുവാൻ ഓർപ്പിക്കുന്നു. ഒക്ടോബർ 10
വെള്ളിയാഴ്ച കോട്ടയം ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഒക്ടോബർ 11-ാം തീയതി വൈകിട്ടും 12-ാം തീയതി പകലും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ചാണ്, പോളിയോ ഹോമിൽ വെച്ചാണ് മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഒക്ടോബർ മാസം 16-ാം തീയതി വൈകിട്ടും ഒക്ടോബർ 17-ാം തീയതി രാവിലെയും എറണാകുളം ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് സ്പെഷ്യൽ ഹീലിംഗ് സർവീസ് ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ പാസ്റ്റർ, ഇന്ന് ഇത്രയും ഡൈജസ്റ്റ് ആകാനുള്ള ആരോഗ്യം ഇവർക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതിൽ നിന്ന് കേട്ടപ്പോൾ മനസ്സിലായല്ലോ കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ ഒരു ദിവസം പോലും ഈ മനുഷ്യൻ ഫ്രീ അല്ലെന്ന് മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ, ഒന്ന് കൈ ഉയർത്തി പിടിച്ചൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചേ, ഒന്ന് കവർ ചെയ്ത് പ്രാർത്ഥിച്ച്, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, സുവിശേഷവുമായിട്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി കടന്നു പോകുമ്പോൾ അനേക ജീവിതങ്ങൾ സൗഖ്യമാവുവാൻ, അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ, അനേകർ സമാധാനം പ്രാപിക്കുവാൻ. ഓ ഹല്ലേലൂയ. അതിനു വേണ്ടുന്ന എല്ലാ സാമ്പത്തിക വഴികളും ദൈവം തുറക്കാൻ, അതിനു വേണ്ടുന്ന എല്ലാ ആളുകളെയും സഹായങ്ങളെയും ദൈവം തുറക്കാൻ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് തിരുമേശയോട് അടുത്തു വരികയാണ്, കർത്താവിൻ്റെ മേശയോട് ഞങ്ങൾ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. ചില മിനിറ്റുകൾ കർത്താവിൻ്റെ തിരുമേശയോട് അടുത്ത് വരുമ്പോൾ ഒന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാട്ടെ, ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലേക്ക് നമ്മൾ വരുന്ന സഹോദരങ്ങൾ, ഏറ്റവും പ്രഷ്യസ് ആയ ഒരു മൂമെന്റിലേക്ക് വരുന്നു. ഈ മൂമെന്റിൽ ചില സൗഖ്യങ്ങൾ ഇതിൽ കർത്താവ് നിങ്ങൾ അയക്കുന്ന സമയമാണ്. ഒത്തിരി ജീവിതങ്ങളെ ദൈവം തൊടുന്ന സമയമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, അങ്ങയുടെ മേശയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. Oh, thank you, Lord. Thank you, Lord. Thank you, Lord. Oh, Shamartana Galtarimartian Hoshas. Hardamanoshas Manadia. Thank you, Holy Spirit. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കാൻ പ്രാർത്ഥനയോടെ വന്നവരെന്ന് കൈ ഉയർത്തി പിടിച്ച് കണ്ണുകളടച്ച്. Thank you, Jesus. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയാ കുമ്പിടുന്നു, രക്ഷിക്കാം എന്നെ ഇപ്പോ. ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധുക്ഷീണൻ കുരുടൻ, സർവവും എനിക്കച്ചിൽ പൂർണ്ണരക്ഷകാണും. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, കുമ്പിടുന്നു, രക്ഷിക്കുക എന്നെ ഇപ്പോ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ. The Lord is touching your family right now. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കട്ടെ, ദൈവം നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ രക്തം നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ പ്രാണനെയും നിങ്ങളുടെ ആത്മാവിനെയും വിശുദ്ധീകരിക്കട്ടെ. കൈകൾ ഉയർത്തി പറഞ്ഞ യേശുവേ,
യേശുവേ അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താല് അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ കഴുകണമേ. യേശുവേ, എന്റെ ആത്മാവിനെയും എന്റെ പ്രാണനെയും എന്റെ ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന അവിടുത്തെ പരിശുദ്ധ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ്. യേശുവേ, അങ്ങിലുള്ള വിശ്വാസത്താൽ അവിടുന്ന് എന്നെ നീതീകരിച്ചതിനാൽ, എന്നെ സ്വന്തമാക്കി തീർത്തതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, അങ്ങയുടെ ശരീരത്തിനും അങ്ങയുടെ രക്തത്തിനും നിഴലായിരിക്കുന്ന ഈ അപ്പവും മുന്തിരിച്ചാറും എന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും വിടുതലിനും സമാധാനത്തിനും രക്ഷയ്ക്കും നിത്യജീവനും കാരണമാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.